ഏറെ പ്രതീക്ഷകളോടെ അധികാരത്തിൽ വന്ന UDF സർക്കാരിനെ വിലയിരുത്താൻ സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ വലിയൊരു പ്രതിസന്ധിയിലോട്ടാണ് അവർ ചെന്ന് ചാടിയിരിക്കുന്നത്. അത് വൈദ്യുതിയുടെ കാര്യത്തിലാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, ഞാൻ ആദ്യം കരുതി തിരുവനന്തപുരം സിറ്റിയിൽ മാത്രമാണ്, എല്ലാ സ്ഥലങ്ങളിലും രാത്രിയാകുമ്പോൾ അപ്രതീക്ഷിത കറണ്ട് പോകുന്നു. പിന്നെ ഒരു തവണ അല്ല, 2-3 തവണ പോകുന്നു. പവർ കട്ടാകുമ്പോൾ പോലും സാധാരണ അരമണിക്കൂറൊക്കെ പവർ കട്ട് വരുള്ളൂ. അല്ല, ഇതിപ്പോൾ 1 മണിക്കൂർ പവർ കട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിയോ വൈദ്യുതി മന്ത്രിയോ കൃത്യമായൊരു വിശദീകരണം ജനങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുന്ന വൈദ്യുതി മന്ത്രി, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം വൈദ്യുതി പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. ഇരുണ്ട കാലം മടങ്ങിവെത്തും എന്നായിരുന്നു ഇവരുടെ പരസ്യം. അവരുടെ ഈ LDF മത്സരിച്ചപ്പോൾ അവർ എല്ലാ പത്രങ്ങളും കൊടുത്ത പരസ്യം 10 വർഷം മുമ്പ് ഇവിടെ ഇരുണ്ട കാലമായിരുന്നു, ലോഡ് ഷെഡിങ് ആയിരുന്നു പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. ആ കാലത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോണോ എന്ന് ചോദിച്ചാണ് ഇവർ പരസ്യം ചെയ്തത്. പക്ഷെ അതാണിപ്പോൾ യാഥാർത്ഥ്യം. മാത്രമല്ല LDF സർക്കാർ 10 വർഷം ഭരിച്ച സമയത്ത് വലിയ പവർ കട്ടും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു വൈദ്യുതി മേഖലയിൽ. മാത്രമല്ല മണിയാശം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രശ്നമില്ലാതെ പോയി എന്നുള്ളതാണ് വേറൊരു വിചിത്രമായ കാര്യം. അപ്പോൾ ഇതിനകത്ത് ഈ കഴിഞ്ഞ സർക്കാരുകൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതാണ് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം എന്ന് UDFൻ്റെ ഒരു ആരോപണമുണ്ട്. ഇല്ല, അതൊക്കെ അന്വേഷിച്ച് നോക്കും കണ്ടിട്ടൊക്കെ വേണ്ട കാര്യങ്ങൾ പറയാനേ. അതെ, ഇതിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാലവർഷം ശക്തമായിരുന്നില്ല. നമുക്ക് ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് മുഴുവൻ തെക്കൻ ജില്ലകളിലാണ്. എന്നാൽ വാഴ മുഴുവൻ പെയ്ത് മുഴുവൻ വടക്കൻ ജില്ലകളിലാണ്. അവിടെ ഒരു ചെറിയതല്ല, ഒരു മണ്ണിടിച്ചിലും 8 പേര് മരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി. ഈ വടക്കൻ മലബാർ പ്രദേശങ്ങൾ, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, ആ ഏരിയ എല്ലാം കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. ആ കനത്ത മഴ പെയ്യുമ്പോഴും തെക്കൻ ജില്ലകളിൽ മഴ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം ഇടുക്കി ആ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തേക്ക് നീരൊഴുക്ക് ശരിയായിട്ടില്ല, മുല്ലപ്പെരിയാർ നിറഞ്ഞിട്ടില്ല. അതുപോലെ ഇവിടെ ശബരിഗിരി പദ്ധതി പത്തനംതിട്ടയിൽ, ഇതൊക്കെ ശരിക്കും ഇപ്പം ഈ ജൂലൈ മാസം ആകുമ്പോഴേക്കും ഈ ഡാമുകളൊക്കെ നിറയേണ്ടതാണ്. കാലവർഷം പഴയ പ്രതീക്ഷിച്ചതുപോലെ വന്നിട്ടില്ല. അത് വരാത്തത് കാരണമുള്ള ഒരു വലിയ പ്രതിസന്ധി. മാത്രമല്ല കേന്ദ്ര ഗ്രിഡിൽ നിന്നുള്ള വൈദ്യുതി ലഭിക്കുന്നതിലൊക്കെ ഇടയ്ക്കുന്ന സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറ്റൊരു വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് കയറിയതിന് പിന്നാലെ സർക്കാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു വിവാദങ്ങളിലേക്ക്. അല്ല, മാത്രമല്ല നമ്മളെ വൈദ്യുതി മന്ത്രിക്ക് 2 ജോലിയുണ്ട്, 2 പ്രധാനപ്പെട്ട ജോലി. അദ്ദേഹം വൈദ്യുതി മന്ത്രിയാണ്, KPCCയുടെ പ്രസിഡന്റുമാണ്. അല്ല, KPCCയിലോട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹം KPCCയിൽ ആരും ഇല്ലെന്നാണ്, ഭാരവാഹികളൊന്നും ഇല്ലെന്നാണ്. ഇതിപ്പം വൈദ്യുതി മുടങ്ങുക എന്ന് പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ലോകകപ്പ് നടക്കുന്ന സമയമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഇവർ കൃത്യത പുലർത്തുന്നുണ്ട്. അതായത് വേൾഡ് കപ്പിൻ്റെ സംപ്രേഷണം തുടങ്ങുന്നതിന് മുമ്പ് ഇവർ പവർ കട്ട് നിർത്തും. വേൾഡ് കപ്പ് സംപ്രേഷണം നടക്കുന്ന മലപ്പുറത്ത് എവിടെയൊക്കെ അതെ മലപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഫുട്ബോളിൻ്റെ ഒരു ഏരിയയാണല്ലോ. അതെ. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇപ്പോൾ നിലവിൽ ഇതിനൊരു കൃത്യമായൊരു മറുപടി നൽകാൻ ഇവർക്ക് കഴിയുന്നില്ല. മഴയില്ലാത്തത് കാരണമാണ് പവർ കട്ട് എന്നാണ് പറയുന്നത്. അല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് മുതലേ ഉള്ള സർക്കാരുകൾ നോക്കാതെ പോയൊരു കാര്യം തന്നെയായിരുന്നു ഈ ഹൈഡൽ പ്രോജക്റ്റുകളെ മാത്രം ആശ്രയിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദനം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ആണവ നിലയം കൊണ്ടുവരാൻ സംഭവിക്കില്ല. എന്തിനാ അപ്പുറത്തെ സംസ്ഥാനത്ത് കൂടംകുളം ആണവ നിലയം കൊണ്ടുവന്നപ്പോൾ ഇവിടെ നാളെ സമരം ചെയ്യാൻ പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി കുറേ കൂടംകുളത്ത് ഇങ്ങോട്ട് വരുന്നതാണ്. അല്ല, ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ഓർക്കണം. കൂടംകുളത്ത് പോയി കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങി നമ്മളെല്ലാം സമരം ചെയ്തിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്ന കൂടംകുളത്തെ. അതിലൊക്കെ ഉപരി ഈ കൂടംകുളം വൈദ്യുതി ലൈൻ കേരളത്തിലേക്ക് കൊണ്ടുവന്നല്ലോ. അപ്പോൾ ഈ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ ലൈൻ ഇങ്ങനെ വലിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടെ വലിയ പ്രചാരണം ഉണ്ടായി. ഇതിലൂടെ ആണവ വികിരണം ഉണ്ടാവും. അതുകൊണ്ട് ഭയങ്കര സമരമായിരുന്നു. നമ്മുടെ ഈ വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന പത്തനംതിട്ട, കോട്ടയം, കൊല്ലം ജില്ലകളിലെല്ലാം ഭയങ്കര സമരമായിരുന്നു. ആ സമരം തൃശ്ശൂർ മാടക്കത്തറ അവിടെ വരെയാണ് ഇപ്പോൾ ഇത് പോയിരിക്കുന്നത്. ഈ ഇടമണ്ണിൽ നിന്നും, ഇടമൺ എന്ന് പറയുന്നത് അല്ലല്ല, കൊല്ലം അവിടെ നിന്നാണ് ഇത് അവിടെ പോയിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ കോമഡി, നമ്മുടെ നാട്ടിലൂടെയൊക്കെ ഇത് കടന്നു പോകാൻ വന്നപ്പം അവർ ഇത് വസ്തു ഏറ്റെടുക്കണം. പലരുടെയും തോട്ടങ്ങളിലൂടെയൊക്കെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വ്യാപകമായ വ്യാജ പ്രചരണം ഉണ്ടായി. ഇതിനടിയിൽ പിന്നെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ്. ഇതിനകത്തെക്കുറിച്ച് ഇതിനെപ്പറ്റി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട
വ്യാജ പ്രചരണം എന്ന് പറയുന്നതായിരുന്നു ആണവ വികിരണം ഉണ്ടാകും. വലിയ തോതിലുള്ള പ്രചരണം നടന്നു. എല്ലാവർക്കും കൂട്ടത്തോടെ മാരകമായ രോഗങ്ങൾ പിടിപെടും ഇതിന്റെ താഴെ താമസിക്കുന്നവർക്കൊക്കെ. ഇതിപ്പോ എന്ത് പറ്റി, ഇപ്പൊ അവസാനം വന്നപ്പോ ഇത് നമുക്ക് തുണയായിരിക്കുന്നത് ഈ കൂടംകുളം വൈദ്യുതി പദ്ധതിയാണ്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം, നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി എന്ന് പറഞ്ഞാൽ ലോഡ് ഷെഡിങ് ആണ്, പവർ കട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു കറണ്ട് പോയി, പവർ കട്ടാണ്, നമുക്ക് ഇനിയും പ്രസംഗിക്കണമെങ്കിൽ മൈക്ക് വരണം. ഇപ്പം നമ്മളിപ്പം ഒരു എന്താ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു കാര്യവുമില്ല. പെട്രോൾ തീർന്ന് നിൽക്കുകയാണെങ്കിൽ പെട്രോൾ അടിച്ച് പോയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശ സ്ഥലത്ത് എല്ലാം പറ്റൂ. അല്ലാതെ പെട്രോൾ തീർന്ന് വണ്ടിക്കകത്ത് കയറി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ നമ്മൾ ഉദ്ദേശ സ്ഥലത്ത് ചെല്ലത്തില്ല. അതുകൊണ്ട് കറണ്ട് വന്നിട്ട് പ്രസംഗിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അദ്ദേഹം എന്താണ് ഇതിനെ വളരെയധികം ലഘൂകരിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് വളരെ സുപരിതമായിരുന്ന വാക്കുകൾ ലോഡ് ഷെഡിങ്ങും ഈ പവർ കട്ടും ഒക്കെ. അതെ, പിന്നീട് അത് ക്രമേണ നമ്മളൊക്കെ മറന്നു. ഈ രണ്ട് വാക്കും മറന്നു. കൃത്യമായൊരു വൈദ്യുതി വിതരണമുണ്ട്, എല്ലാം ഭംഗിയായ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇത് വീണ്ടും രൂക്ഷമായിരിക്കും. അത് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഡാമുകളിൽ വെള്ളമില്ലാത്തതാണ്. ഇപ്പം ഇതിനകത്ത് ഒരു പ്രശ്നം സംഭവിച്ചത്, ഈ തവണ മഴ കുറയും എന്നൊരു കാലാവസ്ഥാ പ്രവചനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഈ മഴ കുറയാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അത് മാത്രമല്ല, ഈ കേരളത്തിലേക്ക് വൈദ്യുതിയുടെ ഒരു ക്ഷാമം അതിപ്പോൾ നാഷണൽ ഗ്രിഡിൽ നിന്നാണെങ്കിൽ പോലും കുറയുന്നുണ്ടെങ്കിൽ ഇതിന് മറുവഴി കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളെ ഈ എത്ര കാലം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ഇടുക്കി പ്രോജക്റ്റ് നമുക്കറിയാം ഉദ്ഘാടനം 1970കളുടെ പകുതിക്ക് ശേഷമാണ്. അതെ, അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ. കാരണം അന്നത്തെ സാങ്കേതിക സംവിധാനങ്ങളായിരിക്കും ഇപ്പോൾ ഒരുപക്ഷെ അവിടെ ഉപയോഗിക്കുന്നത് ഇത്രയും വലിയൊരു ഡാമിൽ. അല്ലേ, അതല്ലേ പറഞ്ഞ ആ ഡാമിൻ്റെ വെള്ളം നിറയുമ്പോൾ ഇത് പുറത്തേക്ക് തള്ളത്തക്ക രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രക്രിയ. ഇപ്പൊ അങ്ങനെ ആ എലാസ്റ്റിസിറ്റി ആ ഡാമിന് നഷ്ടമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഒരു ഡാമൊക്കെ ഇത്ര വർഷം കഴിഞ്ഞാൽ ഡീകമ്മീഷൻ ചെയ്യണം. വിദേശത്തെല്ലാം അങ്ങനെയാണ്. 50 വർഷത്തിക്കുള്ളിൽ അവരൊരു ഡാമും നിർത്തത്തില്ല, അത് ഡീകമ്മീഷൻ ചെയ്യും. ആ ഡാം അവിടെ തകർത്ത് കളയും അവർ. അങ്ങനെയാണ് ഇത് ചെയ്യാറുള്ളത്. ഇവിടെ എന്താണ്, നമ്മളിപ്പോഴും ഈ പരമ്പരാഗത ഊർജ്ജത്തെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ്. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉണ്ടാക്കാം, തിരമാലകളിൽ നിന്നുണ്ടാക്കാം, അതെല്ലാം അങ്ങ് പോട്ടെ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൂര്യനിൽ നിന്ന് സോളാർ എനർജി. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സോളാർ വെച്ചു തുടങ്ങി. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ യു.ഡി.എഫ് സർക്കാരിൻ്റെ സോളാർ എന്താണ് വിവാദം വന്നതിന് തൊട്ട് പിന്നാലെ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ച് തുടങ്ങിയെന്നാണ് പറയുന്നത്. ഈ സോളാറിൻ്റെ പ്രത്യേകതകൾ എന്നാണ്. നമ്മൾ സോളാർ എനർജി എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ ആളുകൾക്ക് ഇത് വീട്ടിൽ വയ്ക്കാൻ പറ്റില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പിന്നെയാണ് ഇതിന് ഭയങ്കര ഒരു പബ്ലിസിറ്റി കിട്ടിയത്. സോളാർ പദ്ധതി എന്താണ്, അല്ലെങ്കിൽ ഹരിത ഊർജ്ജം എന്നാണ് ഇതിന് പറയുന്നത്. ഈ സോളാറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിഞ്ഞാൽ, ഇപ്പം ആൾക്കാരെല്ലാം ഈ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിഞ്ഞു തുടങ്ങി. അറ്റ്ലീസ്റ്റ് സ്കൂട്ടറുകൾ പോലും നമ്മളിപ്പോൾ നിരത്തിലിറങ്ങിയാൽ നമുക്കറിയാം, നമ്മളൊരിപ്പോൾ ഒരു 10 വണ്ടി നമ്മുടെ എതിരെ വന്നാൽ അതിലൊരു 3 വണ്ടിയിൽ 4 വണ്ടിയെങ്കിലും ഇലക്ട്രിക് വണ്ടിയായിരിക്കും. ഒന്നിലും സ്കൂട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ കാറായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ജനം തിരിഞ്ഞു തുടങ്ങി. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ജനം തിരിയുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള വൈദ്യുതി എവിടെ നിന്ന്. അപ്പോൾ അതിനുവേണ്ടി അവരെന്താണ് ചെയ്യുന്നത്, ഇവർ നേരെ ഇത് വയ്ക്കും, സോളാർ വയ്ക്കും. സോളാർ വെച്ചിട്ട് ആ വൈദ്യുതി ഉപയോഗിച്ച് വാഹനങ്ങൾ ചാർജ് ചെയ്യും. അപ്പോൾ അവർക്ക് വേറെ പ്രശ്നങ്ങളില്ല. മാത്രമല്ല, ഈ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് ആദ്യ കാലങ്ങളിൽ വലിയ സബ്സിഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നു. ആൾക്കാർ കൂട്ടത്തോടെ ഇത് സോളാർ എടുക്കാൻ തുടങ്ങി. അതുപോലെ ഇത് വൈദ്യുതി, ഈ അധികം വരുന്ന സോളാർ വൈദ്യുതി വീടുകളിൽ നിന്ന് KSEB പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു KSEB അതിന് വലിയ വില കൊടുക്കുന്നില്ല. ഈ കൂടിയ വിലയ്ക്ക് പുറത്തു നിന്നും വാങ്ങുകയാണ്. വലിയ തുക കൊടുത്ത് ഈ സംഗതി എല്ലാം നിർമ്മിച്ച് വെച്ച ആളുകൾ വെട്ടിലായിരിക്കുക എന്നാണ് സത്യം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ജലവൈദ്യുത പദ്ധതികളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇടുക്കിയിലും ശബരിഗിരിയിലും 29% വെള്ളമേ ഉള്ളൂ ആകെ സംഭരണശേഷിയുടെ. കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഇരട്ടിയിലധികം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഭരണശേഷിയുടെ പകുതിയിലധികം വെള്ളമുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ കഴിഞ്ഞ വർഷം 44.221 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ ഇക്കുറി അത് ഇപ്പോൾ നടക്കുന്ന ഉൽപ്പാദനം വെറും 16.608 ദശലക്ഷം യൂണിറ്റായിട്ട് കുത്തനെ ഇടിഞ്ഞു. ഇതിന് വൈദ്യുതോൽപാദനം നടക്കുന്നില്ല. ഒന്നാമത് ഇതിൻ്റെ മെഷീനറികളൊക്കെ കാലപ്പഴക്കം ചെന്നു. അതാണ് കാര്യം. ഈ മെഷീനറി ഇതൊക്കെ കാലഹരണപ്പെട്ട് കാണും. ഇടുക്കി പദ്ധതി അന്നത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് 70കളിൽ. പക്ഷേ ഇന്നിപ്പോൾ വർഷം എത്രയായി, 1/2 നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മൊത്തം അവസ്ഥ മാറി കഴിഞ്ഞില്ലേ. അതുപോലെ ഷോളയാർ, ഇടമലയാർ, കുണ്ടള പദ്ധതികളിൽ സ്ഥിതി ഭയാനകമാണ്. മാട്ടുപ്പെട്ടിയിൽ 10% വെള്ളം അത്രയേ ശേഷിക്കും.
ശബരിഗിരി പദ്ധതി പത്തനംതിട്ട നമുക്കറിയാം, കക്കാട്, അള്ളുങ്കൽ, കാരിക്കൈ അടക്കമുള്ള പദ്ധതികളിൽ പൂർണ്ണമായി ഉൽപ്പാദനം നിലച്ച മട്ടാണ്. അതായത് ശബരിഗിരിയിൽ ഉൽപ്പാദനം കഴിഞ്ഞു വരുന്ന വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പദ്ധതികളാണ് ഇതെല്ലാം. നമ്മുടെ വൈദ്യുതി പദ്ധതികളിലെ ഇതിൻ്റെയൊക്കെ നവീകരണം അല്ലെങ്കിൽ ഇത് നന്നാക്കുന്ന പ്രക്രിയയെങ്കിലും നടക്കുന്നുണ്ട്, മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് കൃത്യമായിട്ട്. അത് ഫുൾ ടൈം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അറിയാം. മാത്രമല്ല ഈ മഴയില്ലാതായതോടെ സംസ്ഥാനത്തെ പ്രതിദിന ഉപഭോഗം 88.64 ദശലക്ഷം യൂണിറ്റായി ഉയർന്നു. അത് ഒരു ദിവസം നമ്മളുടെ ഉപയോഗമാണ് 88.64 ദശലക്ഷം യൂണിറ്റ്. ഇതിൽ 68.81 ദശലക്ഷം യൂണിറ്റും പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്ന. മാത്രമല്ല നമ്മൾ എയർ കണ്ടീഷണർ, നമ്മുടെയൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് നല്ല ധനികരായ വീടുകളിൽ വ്യക്തികൾ ഒന്നുകൊണ്ട് എയർ കണ്ടീഷണർ കാണുമായിരിക്കും. ഇന്ന് സകല വീട്ടിൽ എ സി, സാധാരണക്കാരെ വീട്ടിലൊക്കെ ഇന്ന് എ സി വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. സർക്കാർ ഓഫീസ് നമ്മൾ പോയാൽ നോക്കൂ, നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയാലും താലൂക്ക് ഓഫീസിൽ പോയാലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം റൂമിൽ എ സി ഇരിപ്പുണ്ട്. ഒരു ദിവസം എത്ര എ സി. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാരാണ്? ഇവിടുത്തെ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് മിണ്ടാൻ പറ്റില്ല. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ CPM അല്ലെങ്കിൽ LDF ആയിരുന്നു, ഇപ്പോൾ BJP ഉണ്ട്. ഇവർക്കതിനകത്ത് തിരിച്ചൊരു പ്രതികരണം നടത്താൻ സാധിക്കുന്നില്ല. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, ഇവർ പ്രതികരിക്കാൻ വന്നാൽ ഇപ്പം നമ്മൾ പോലും ഈ പുതിയ സർക്കാരിനെതിരെ കുറ്റം പറഞ്ഞിരിക്കുന്ന നമ്മളാണെങ്കിൽ പോലും അവർ പ്രതികരിക്കാൻ വരുമ്പോൾ അവന്മാർക്കെതിരെ കമന്റിട്ട് പോകുമല്ലോ. കാരണം അത്രയും വൃത്തികേട് കാണിച്ചിട്ട് ഇറങ്ങിപ്പോയവരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ കുറ്റം പറഞ്ഞു. ഇവരുടെ പ്രതികരണം ഒന്നും ഏൽക്കുന്നില്ല. ശരിക്കും ഈ വൈദ്യുതി പ്രതിസന്ധിക്കെതിരെ സമരം വേണ്ടതാണ്. കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കി വെച്ച വിപത്തിന്റെ ഒരു തുടർച്ച തന്നെയാണിത്. പക്ഷേ ഇതിനെ എങ്ങനെ ഈ സർക്കാർ അതിജീവിക്കും എന്നതിനെക്കുറിച്ച് പറയാം. ബദൽ പദ്ധതി, ബദൽ പരിഹാരം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇത് അവിടെ നിൽക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളം എത്തിക്കാൻ അരുവിക്കര ഡാം മാത്രമേ ഉണ്ടായിരുന്നു. ആകെ അരുവിക്കര ഡാമാണ്. അപ്പോൾ അരുവിക്കര ഡാമിൽ നിന്നുള്ള വെള്ളം നമുക്കറിയാം, കുറേ കഴിയുമ്പോൾ അത് വെള്ളം കുറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൽ ആൾ വട്ടം തിരിയും. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് അവരുടെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഓഫീസ് ജോലി ചെയ്യുമ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം എന്ന് അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് അതിനെക്കുറിച്ചൊരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കും. പേപ്പാറ ഡാം കെട്ടാൻ തീരുമാനിച്ച അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. അപ്പോൾ എഞ്ചിനീയർമാർ ഇതിൻ്റെ പഠനം നടത്തിയവർ പറഞ്ഞ് മുകളിൽ അരുവിക്കരയുടെ മുകളിലുള്ള കരവനാറിൻ്റെ അവിടെ ആ പേപ്പാറ ഡാം വെള്ളം കെട്ടി നിർത്തിയാൽ അത് സ്റ്റോക്ക് ചെയ്ത് കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തിക്കാനും അതുവഴി പോകാനും കഴിയുമെന്നുള്ളത്. അങ്ങനെയാണ് ഈ പേപ്പാറ ഡാം വരുന്നത്. ഈ പേപ്പാറ ഡാം എന്നൊരു ഡാം ഉണ്ടെന്ന് പല ആൾക്ക് അറിയാവുന്ന സംശയം. നമ്മൾ ഇതിലേക്ക് സമയമാണ് ഈ പേപ്പാറ ഡാം. അത് വലിയ ഡാമാണത്. ജലവൈദ്യുത പദ്ധതിയിൽ അത് ജലസേനത്തിനുള്ള ഡാമാണ്. പക്ഷേ എങ്കിൽ പോലും അച്യുതമേനോനെ പോലെ ദീർഘവീക്ഷണമുള്ള ഒരു മുഖ്യമന്ത്രി അന്ന് വിദഗ്ധന്മാരെ വിളിച്ച് ചർച്ച നടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേപ്പാറ ഡാം വന്നത്. അത് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ ഇത്രയും അച്യുതമേനോൻ മുഖ്യമന്ത്രി അന്ന് 70-കളിലാണല്ലോ, എത്ര വർഷം, എത്ര 6 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥ വന്നു പോയാൽ അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ. അതുപോലെ വൈദ്യുതിക്കും ഇതിന് ബദൽ സംവിധാനങ്ങൾ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ജലവൈദ്യുത പദ്ധതി നടപ്പുള്ളതല്ല. ആണോ പദ്ധതി കേരളം പോലുള്ള ഒരു ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് പ്രായോഗികമല്ല. പിന്നെ നേരത്തെ വിശാഖം പറഞ്ഞ പോലെയുള്ള കാറ്റ് എല്ലാം ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ തമിഴ്നാട്ടിലോട്ടിറങ്ങും. നമുക്ക് ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലം ഉള്ളത് കേരളത്തിലാണ്. അതായത് ഇപ്പൊ ഈ രാമക്കൽമേട്, അതുപോലെ ഇടുക്കിയില്, അവിടെയൊക്കെ കാറ്റാടിപ്പാടം പദ്ധതി. കന്യാകുമാരി ജില്ലയിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വഴി മുഴുവൻ കാറ്റാടിപ്പാടങ്ങളാണ്. നമ്മൾ തമിഴ്നാട്ടിൽ ഇറങ്ങിയ ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ തെങ്കാശി ചെന്നിറങ്ങുന്നു, അല്ലെ നമ്മളിപ്പം തേനിയില് അവിടെയൊക്കെ കാറ്റടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം അവർ കാറ്റാടി വെച്ചിരിക്കുകയാണ്. കാറ്റാടി വെച്ചിട്ട് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ ബദലിന് നോക്കുക, നമ്മൾ എപ്പോഴും ഉപഭോഗം മാത്രം നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മാത്രമല്ല ഇത് നേരിടാൻ അടിയന്തരമായിട്ട് എന്ത് പ്രതിസന്ധി, എന്ത് തീരുമാനമാണ് ഇതിന് ഉണ്ടാവുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കന്യാകുമാരി ജില്ലയിൽ ഉദാഹരണത്തിന് പോവുകയാണെങ്കിൽ അവിടെ ഈ കാറ്റാടിപ്പാടങ്ങൾ ഇങ്ങനെ കാണാം. ഇതിൻ്റെ എല്ലാം ഉടമസ്ഥന്മാർ ആ പേര് വെച്ചിരിക്കുന്നത് നമ്മുടെ നാഷണൽ ലെവലുള്ള വൻകിട കമ്പനികളാണ്. അവർ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ തമിഴ്നാട് വൈദ്യുതി ബോർഡിന് വൈദ്യുതി വിൽക്കുകയും ബാക്കി അവരുടെ ആവശ്യത്തിന് വേണ്ടി വേറെ കൊടുക്കുകയും ചെയ്യാനായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. എങ്കിൽ പോലും അതിന് സ്വകാര്യ മേഖല തേടേണ്ടി വരും. നമുക്കെല്ലാം സർക്കാരിനും കൊണ്ട് വെക്കാനും പറ്റില്ല. ഈ തമിഴ്നാട്ടിൽ ചെയ്തതുപോലെ നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇവിടെ പിന്നെ എന്ത് പറഞ്ഞാലും സ്വകാര്യ മേഖല എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങും, അല്ലെങ്കിൽ LDF ഭരിക്കുമ്പോൾ നടക്കും, അവർ സ്വകാര്യ മേഖലയെ കൊണ്ടുവരും. അതാണ് എന്തായാലും ശരി. ഈ സർക്കാരിന് ആദ്യത്തെ ഒരു അഗ്നിപരീക്ഷയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ലോഡ് ഷെഡിങ്. ഇത് പരിഹരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സർക്കാരിനെ തന്നെ ഇത് ബാധിക്കും.